ശുഭരാത്രി, സുഖ നിദ്ര. രാത്രിയിൽ ഒരാൾ കിണറ്റിൽ വീണു. നക്ഷത്രങ്ങളെ നോക്കി നടന്ന അദ്ദേഹം കിണറിന്റെ കാര്യം മറന്നുപോയി. നിലവിളി കേട്ടെത്തിയ സ്ത്രീ അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു. പുറത്തെത്തിയ അയാൾ സ്ത്രീയോട് പറഞ്ഞു, രാജാവ് പോലും വരി നിന്ന് കാണുന്ന പ്രശസ്ത പ്രഭാഷകനെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാവി വിജയത്തിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഈ സമയത്ത് സ്ത്രീ മറുപടി നൽകി, 2 അടി മുൻപിലുള്ള കിണർ കാണാൻ കഴിയാത്ത താങ്കൾ എങ്ങനെയാണ് എനിക്ക് ഭാവിയിലേക്കുള്ള വഴി കാണിച്ചു തരിക എന്ന് ചോദിച്ചു. ജീവിതത്തിലെ ദയനീയ അവസ്ഥകളെ വല്ലപ്പോഴെങ്കിലും അഭിമുഖീകരിക്കുന്നത് നല്ലതാണ്. ഒരിക്കലെങ്കിലും കുഴിയിൽ വീഴുകയോ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയോ ചെയ്താൽ സമാന അനുഭവങ്ങൾ ഉള്ളവരുടെ നിവൃത്തികേട് പെട്ടെന്ന് തിരിച്ചറിയാനാണ്. വീണ് കിടക്കുമ്പോഴെങ്കിലും വിനീതരായാൽ കൈപിടിച്ചുയർത്താൻ ആളുകൾ കാണും. അവിടെയും ആർക്കും മനസ്സിലാകാത്ത ഭാഷയും പ്രതികരണവുമാണെങ്കിൽ അതാരും ശ്രദ്ധിക്കില്ല. ചിലരുണ്ട് കരയ്ക്ക് കയറും വരെ നിലവിളിക്കുകയും കര പറ്റിയ ശേഷം വീണ്ടും അവഹേളിക്കുകയും ചെയ്യുന്നവർ. ഓരോ വീഴ്ചയിൽ നിന്നും വളർച്ചയുടെ തിരിച്ചറിവുകൾ നേടി ജീവിതത്തെ രൂപപ്പെടുത്തണം. കരയ്ക്ക് അടുപ്പിച്ചവരോടുള്ള കടപ്പാടാകണം പിന്നീടുള്ള ജീവിതത്തിന്റെ തിരിവെളിച്ചം എന്ന് പറയുന്നത്. ഇനിയും അതിന് സാധിക്കുന്നില്ലെങ്കിൽ അയാൾ എന്ത് മനുഷ്യൻ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആകാശത്തെ നക്ഷത്രം എണ്ണി നടന്ന മനുഷ്യൻ കിണറ്റിൽ വീണുപോയി. എന്താ കാരണം? അദ്ദേഹം കിണറ് ശ്രദ്ധിച്ചില്ല. ഒരു പാവപ്പെട്ട സ്ത്രീ അയാളെ രക്ഷിച്ച സമയത്ത് ആ സ്ത്രീയോട് അയാൾ പറയുകയാണ്, എന്നെ പോലെ ഒരു വലിയ മനുഷ്യനെ, രാജാവ് പോലും വന്ദിക്കേണ്ട മനുഷ്യനെ നിങ്ങൾ രക്ഷിച്ചത് കൊണ്ട് നിങ്ങൾക്ക് നേർവഴി കാണിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. പക്ഷേ ആ സ്ത്രീ പറഞ്ഞതോ, തൊട്ടുമുന്നിലുള്ള കിണർ പോലും കാണാൻ സാധിക്കാത്ത താങ്കൾ എങ്ങനെയാണ് എനിക്ക് വഴി കാണിച്ചു തരിക? ഇതായിരുന്നു ചോദ്യം. അതുകൊണ്ട് ഓരോ വീഴ്ചയിൽ നിന്നും വളർച്ചയുടെ തിരിച്ചറിവുകൾ കൂടി രൂപപ്പെടുത്താൻ കഴിയണം. ശുഭരാത്രി, സുഖ നിദ്ര.